ഇമ്പോർട്ടൻ്റ് ആയ ഒരു വീഡിയോ ആണ്. ആരും സ്കിപ്പ് ചെയ്യല്ലേ. കാരണം എന്തെന്ന് പറഞ്ഞാൽ മെയിൻ ഈ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ആണാകട്ടെ പെണ്ണാകട്ടെ, മെയിൻ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. എന്നു പറഞ്ഞാൽ ഇന്ന് രാവിലെ എനിക്ക് ഉസ്താദ് ക്ലാസ് എടുത്ത് ഒരു ഹദീസാണ്. എന്നു പറഞ്ഞാൽ ഒരിക്കലും ഒരു മനുഷ്യന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കുറച്ചേ ഉള്ളൂ, ഒരു മിനിറ്റ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഭക്ഷണം കഴിക്കുന്നത് ഇടത്തെ കൈ കൊണ്ടായിരുന്നു. അപ്പോൾ തന്നെ ആ റസൂലുള്ള കണ്ട ഉടനെ ചോദിച്ചു, എന്താ ഇടത്തെ കൈ കൊണ്ട് കഴിക്കുന്നത്, വലത്തെ കൈ കൊണ്ട് കഴിക്കുക പറയുമ്പോൾ ആ മനുഷ്യൻ പറയുകയാണ്, എന്നെ കൊണ്ട് പറ്റൂല, ഒരു അഹങ്കാരത്തോട് ധിക്കാരത്തോട് പറഞ്ഞപ്പോൾ ഇത് കേട്ട ഉടനെ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിക്കോട്ടെ നിനക്ക് പറ്റാതിരിക്കട്ടെ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഇത് പറഞ്ഞതിന് ശേഷം പിന്നെ ആ മനുഷ്യൻക്ക് ഒരിക്കലും കൈ ഉയർത്തി ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല, വലത് കൈ ഉയർത്തി ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല. എന്തേ? പൊരുത്തക്കേട് അപ്പം തന്നെ തട്ടി. എന്ത് സുബ്ഹാനല്ലാഹ്. ഇതേപോലെയാണ് നമ്മളെ മാതാപിതാക്കൾ എന്ത് പറഞ്ഞത് അനുസരിക്കുക. ചിലപ്പോൾ എന്തെങ്കിലും കാര്യത്തിനോ തമാശത്തിനോ പറയുമ്പോൾ അത് ചിലപ്പോൾ അങ്ങനെയായി മാറും. എന്താ പറഞ്ഞാൽ മാതാപിതാക്കൾ ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ അതേപോലെയായി മാറും. ഒരു നിങ്ങൾക്കൊരു വിഷയം അറിയാം, ഇത് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഒരിക്കൽ ഒരു ഉമ്മ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് കറി ഉണ്ടാക്കിയിരിക്കുന്ന സമയത്ത് ഒരു കുട്ടി പോയിട്ട് ആ കറിൻ്റെ അകത്ത് മണ്ണിട്ട്, ആ മണ്ണ് ഇട്ട് കൊടുത്തപ്പോൾ ആ ഉമ്മാന്റെ വായിന്ന് വന്നതാണ്, നീ മദീനത്ത് ഇമാമായി പോകുമ്പോൾ എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് മദീനത്ത് ഇമാമാണ്. സുബ്ഹാനല്ലാഹ്. ഉമ്മ എന്ത് പറയുന്നു? അതേപോലെ ആയിരിക്കും. അതേപോലെയാണ് ഉസ്താദമാർ. ഉസ്താദമാർ മെയിൻ ശ്രദ്ധിക്കണം. ഉസ്താദമാർ എന്ത് പറഞ്ഞു അതേപോലെ ആയി മാറും. ചിലപ്പോൾ നമ്മളെ നല്ലത്, നീ സ്വർഗത്തിലെത്തു പറഞ്ഞാൽ ചിലപ്പോൾ സ്വർഗത്തിലെത്തും, എന്തായാലും എത്തും. എങ്ങനെ? അല്ലാഹ് നമ്മൾക്ക് ഉമ്മാന്റെയും വാപ്പാന്റെയും ഉസ്താദന്മാരെ ആരുടെങ്കിലും പൊരുത്തക്കേട് തട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹ് നീ പൊരുത്തപ്പെട്ട് തരണേ അല്ലാഹ്. അല്ലാഹ് നമ്മളെ സ്വർഗത്തിലേക്ക് നീ പ്രവേശിക്കണേ അല്ലാഹ്. പടച്ചവനെ, നമ്മളെല്ലാ പാപങ്ങളും നീ പൊരുത്തപ്പെട്ട് തരണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ആരെങ്കിലും ഷെയർ കൊണ്ട് നന്നായാൽ അതിൻ്റെ പ്രതിഫലം അല്ലാഹു നിനക്ക് തരും. ഇൻഷാ അല്ലാഹ് ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ആക്കുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.